റേഡിയോ വഴിയും മറ്റും ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാഫിയായ ഇൽമ് നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ ആവശ്യം വരുന്ന ഘട്ടങ്ങളിലൊക്കെയും കൃത്യമായി ഉപകരിക്കാനും അല്ലാഹു നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. നാട്ടിലെ റേഞ്ച് എന്റെ റൂമിൽ വളരെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ കഴിഞ്ഞ റമദാൻ ഷരീഫ് വരെ 2G തന്നെ കിട്ടിയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ 3G BSNL റേഞ്ച് 2Gക്ക് ഇല്ല എന്ന് തന്നെ മാത്രമല്ല 3G BSNL ചെയ്തു നോക്കുമ്പോൾ ഒന്നും ആവാത്ത രൂപത്തിൽ നേരത്തെ പ്രയാസപ്പെട്ടതുപോലെ. അങ്ങനെ മറ്റൊരു സുഹൃത്തിന്റെ 3G ഐഡിയ നെറ്റ് സെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് റൂമിലേക്ക് വീണ്ടും കയറിയിരിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റു പ്രശ്നങ്ങളൊക്കെ കഴിവതും നമുക്ക് പരിഹാരമാവട്ടെ. അല്ലെങ്കിൽ വല്ലാതെ പ്രയാസം. 4:55 മുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ശരിക്കും ക്ലാസ് റൂമിലേക്ക് കയറിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രൂപത്തിൽ ക്ലാസ് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, കഴിഞ്ഞ ദിവസം 2-3 സംശയത്തിന്റെ ദൂരീകരണം ഉണ്ടായിരുന്നു. അതിലൊന്ന് പൂർണ്ണമായും പറയാൻ സമയം നമുക്ക് കിട്ടാതെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ കട്ടും മറ്റുമായിട്ട് നമ്മൾ പെട്ടെന്ന് പ്രയാസപ്പെട്ടതുമായിരുന്നു. ഇഖാമ കാണാനില്ല എന്ന സുഹൃത്തായിരുന്നു അന്ന് ചോദിച്ചത്. സുഹൃത്ത് ഇന്നിവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. സുഹൃത്ത് എത്താനായില്ല എന്നാണ് തോന്നുന്നത് അല്ലെ. ഇഖാമ കാണാനില്ല, ഇല്ല എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും എന്നാ പിന്നെ ചോദ്യം വന്നിട്ട് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഒരു ചോദ്യം ഉണ്ടായത് വെള്ളം ഫിൽട്ടർ ചെയ്യാൻ പറ്റുമെന്നാണ്. വെള്ളം ഫിൽട്ടർ ചെയ്യുന്നത് പറയുന്ന സത്യത്തില് നജസായ വെള്ളം, അതായത് നജസ് അല്ല, നജസ് ശുദ്ധീകരിക്കാൻ കഴിയില്ല. നജസായ വെള്ളം ശുദ്ധീകരിക്കാൻ പല മാർഗങ്ങളും ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ വെള്ളം എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത് എന്ന് കൃത്യമായി ധാരണയില്ല എനിക്ക്. എങ്കിലും ഫിൽട്ടർ ചെയ്യുമ്പോഴും വെള്ളം സ്വാഭാവികമായും വെള്ളം ശുദ്ധിയാവുക എന്ന് പറഞ്ഞ വെള്ളത്തിന് സംഭവിച്ച പകർച്ച നീങ്ങുകയാണെങ്കിൽ വെള്ളം ശുദ്ധിയായി എന്ന് തന്നെ നമുക്ക് കാണാം. കാരണം ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ തന്നെ വ്യക്തമായി കാണാം, നജസായ വെള്ളം സ്വയം പകർച്ച നീങ്ങുകയോ അല്ലെങ്കിൽ മറ്റു വെള്ളം കൊണ്ടോ മറ്റോ പകർച്ച നീങ്ങുകയോ ചെയ്താൽ വെള്ളം ശുദ്ധിയായി എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ നിന്നും വെള്ളം ഫിൽട്ടർ പറ്റും. കൂടുതൽ ഫിൽട്ടറുമായി ബന്ധപ്പെട്ട് വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് അത് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കതൊന്നുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് കൂടി ആവശ്യപ്പെട്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മൈക്കിൽ വന്ന് വിഷയം പറഞ്ഞാൽ നമുക്കൊന്ന് ഫൈനൽ ചെയ്യായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? വെള്ളം ഫിൽട്ടർ ചെയ്യലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായി ധാരണയുള്ള സുഹൃത്തുക്കളാറ്റും ആരുമില്ലേ? ആരും കൊണ്ടൊന്ന് മൈക്കിലേക്ക് വരാം. നമുക്ക് വിവരങ്ങൾ പരസ്പരം കൈമാറുക. അതൊക്കെയാണല്ലോ നമ്മുടെ ഇത്തരം ഒരുമിച്ചുകൂടൽ കൊണ്ടുള്ള വലിയ നേട്ടം. ഒരുപക്ഷെ നന്ന പാമരനും അതോടൊപ്പം വലിയ പണ്ഡിതനും എല്ലാ വിഷയത്തിലുമുള്ള വ്യത്യസ്തമായ പാണ്ഡിത്യത്തിലുള്ള ഒരുപാട് ആളുകളായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ പലപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഇടുത്തുള്ള ആരെങ്കിലും നന്നായി ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നാൽ. ആരും ഇല്ലാന്ന് തോന്നുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നീടെങ്കിലും അറിയിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും നമുക്ക് ഇന്ന് വിഷയത്തിലേക്ക് കടക്കാം. അബ്ദുള്ള 9070 നിങ്ങളുടെ കയ്യിൽ അടുത്ത ഭാഗം ഉണ്ടാവുമല്ലോ അല്ലെ? അബ്ദുള്ള 9070 എന്ന സുഹൃത്തിന്റെ കയ്യിൽ അടുത്ത ഭാഗം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് പേസ്റ്റ് ചെയ്താലും ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും തുടക്കം പറയും. തുടക്കം ഖലീലൻ എന്നാണ് വരിക. അതായത് വശുറൂത്തുഹു കശുറൂത്തിൽ ഗുസ്ലി മാഉൻ മുത്ലഖുൻ ഗൈറു മുസ്തഅമലിൻ ഫീ റഫ്ഇ ഹദസിൻ വനജസിൻ ഖലീലൻ. ഖലീലൻ വുളൂഇന്റെ ഷർത്ത്, കുളിയുടെ ഷർത്ത് പോലെ തന്നെ ആയ വെള്ളം തന്നെ ഗൈറു മുസ്തഅമലിൻ ഫീ ഫർളി ത്വഹാറ, ത്വഹാറത്തിന്റെ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത, നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്ത. നിർബന്ധമായ ശുദ്ധീകരണം എന്ന് പറയുന്നത് അശുദ്ധിയെ ഉയർത്തുക, നജസിനെ നീക്കം ചെയ്യുക, അങ്ങനെയുള്ള ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം ഖലീലൻ. ആ ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം തന്നെ, ആ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം തന്നെ ഖലീലൻ, കുറഞ്ഞ നിലയിൽ. ഇതല്ല, ഇതൊക്കെ കഴിഞ്ഞ് കുറേ ആയല്ലോ. ഇതല്ല
ഞാൻ തന്നെ എടുക്കേണ്ടി വരുമോ? മറ്റാരും ഒന്ന് പേസ്റ്റ് ചെയ്യല്ല തൽക്കാലത്തേക്ക്. മറ്റാരും ഒന്ന് പേസ്റ്റ് ചെയ്യരുത്. തൽക്കാലം ഇതൊന്ന് ഒരു വലിയ ഭാഗമാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഇൻഷാഅല്ലാഹ് ആദ്യ ഭാഗത്തേക്ക് ഒന്ന് എടുത്തു വെച്ചോ. എന്ന് പറഞ്ഞാൽ മുത്തലക്കായ വെള്ളം വുളൂഇന്റെ ഷർത്തിൽ ഒന്നാമത്തേത് മുത്തലക്കായ വെള്ളമാണ് എന്ന് പറഞ്ഞു. മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് നിരുപാധികം പറയാൻ പറ്റുന്ന വെള്ളത്തിനാണ് വെള്ളം മുത്തലക്കായ വെള്ളം എന്ന് പറയുക. മുത്തലക്കായ വെള്ളം എന്ന് നമ്മൾ സ്വമേധയാ വെള്ളം എന്ന് പറയാൻ പറ്റുമെങ്കിലും ശറഈന്റെ വീക്ഷണത്തിൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം പിന്നെ അതിനെക്കുറിച്ച് മുത്തലക്ക് എന്ന് പറയൂല. എപ്പോഴാണ് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുത്തലക്കല്ല എന്ന് പറയുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ് തന്നെ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. നമ്മളൊക്കെയും ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം വുളൂ ചെയ്യാൻ പറ്റൂലെങ്കിൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണല്ലോ നമ്മുടെ പള്ളികളിലുള്ള ഹൗലുകളിലും മറ്റുണ്ടാവുക. കാരണം നമ്മൾ മുഖത്തിൽ നിന്നുള്ള വെള്ളം, മുഖം ഫർള് കഴുകിയ വെള്ളം അങ്ങനെ തന്നെ, അതുപോലെ കൈ കഴുകിയ വെള്ളം അങ്ങനെ തന്നെ ഹൗലിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ മുസ്താമലായ വെള്ളമാകൂലേ? അതുകൊണ്ട് വുളൂ എടുക്കാൻ പറ്റുമോ? അല്ലെ? അവിടെ വെച്ച നമ്മുടെ ചോദ്യം അവിടെ വെച്ചാണ് അടുത്ത വിഷയത്തിന്റെ ആമുഖം എന്ന നിലക്ക് പറഞ്ഞു വന്നത്. ഓർമ്മയിൽ ഇരിക്കുന്നുണ്ടാകും. ഞാൻ ആമുഖം പറയേണ്ടിയില്ലല്ലോ? അതെ, ഓക്കെ. അപ്പോ ഹൗലിലെ വെള്ളം എന്തുകൊണ്ട് മുസ്താമലല്ല? ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ശുദ്ധീകരണത്തിന് പറ്റൂല. ഫർളിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം പറ്റാത്തത് എപ്പോഴാണ്? ഖലീലൻ, കുറഞ്ഞ നിലയിൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ത്വഹാറത്തിന് പറ്റൂല. ഖലീലൻ ഐ ഹാല കൗനിൽ. ആ ഭാഗം കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടില്ല. ഹാല കൗനി ഖലീ അസ്സലാമു അലൈക്കും. ഉസ്താദ് അവർകൾ വീണ്ടും DC ആയ ഇലക്ഷൻ ഉണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഖലീലൻ എന്താണ്? വല്ലാതെ പ്രശ്നമാണല്ലോ നെറ്റിന്. റബ്ബേ, നല്ലോണം കേൾക്കാം. ഖലീലൻ ഐ ഹാല കൗനിൽ മുസ്തഅമലി ഖലീലൻ, ഉപയോഗിക്കപ്പെട്ട വെള്ളം കുറഞ്ഞ നിലയിൽ. അപ്പൊ ഉപയോഗിക്കപ്പെട്ട വെള്ളം കുറച്ചാണെങ്കിലാണ് പ്രശ്നം. അപ്പൊ ഹൗലിലുള്ള വെള്ളം കുറച്ചല്ല, ധാരാളം ഉണ്ടാകും. ഖലീലൻ എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് പറഞ്ഞാൽ കുടിക്കാവുന്ന വെള്ളം നല്ല അർത്ഥം. ഐ ദൂനൽ കുല്ലത്തൈനി, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം. അപ്പൊ ഹൗലിലെ വെള്ളം, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കുല്ലത്തിൽ താഴെയാണെങ്കിൽ അടുത്ത ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. അതേസമയം ബഹുമാനപ്പെട്ട ഇക്കാമ കാണാനില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യും? മറ്റു വുളൂ ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ശിഷ്ടമായി വരുന്ന വെള്ളം മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? വെള്ളം ഇല്ലാത്ത പ്രയാസമുള്ള ഘട്ടങ്ങളിൽ. അങ്ങനെ നമ്മൾ കൃത്യമായി പറഞ്ഞു ഫർളിൽ ഉപയോഗിച്ചതാണെങ്കിൽ പറ്റൂല, അല്ലെ?
ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതാണെങ്കിൽ പറ്റൂല. അതേസമയത്ത് സുന്നത്തായ കഴുകലുകളിലും സുന്നത്തായ കുളിയിലും ഒക്കെ ഉപയോഗിച്ചതാണെങ്കിൽ വേണമെങ്കിൽ എടുത്തുവെച്ച് മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിന് എന്ന് മാത്രമല്ല കുളിക്കാനും വുളൂ ചെയ്യാനും ഒക്കെ പറ്റുന്നതുമാണ്. ഇനി ഈ ഫർളിൽ ഉപയോഗിച്ച വെള്ളം തന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടി മഴക്കാലവും വേനൽക്കാലവും ശക്തമായ വരൾച്ചയുള്ള സമയമാണെങ്കിൽ ഫർളിൽ ഉപയോഗിച്ച വെള്ളം തന്നെ എല്ലാവരും ഒരു നല്ല 1-ാം നമ്പർ കുഴപ്പമില്ലാത്ത 2 കൊല്ലത്ത് കൊള്ളാവുന്ന 200 ലിറ്റർ, ഏകദേശം 200 ലിറ്റർ കൊള്ളാവുന്ന വലിയൊരു പാത്രമോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലേക്ക് ഈ വുളൂ ചെയ്യുന്ന വെള്ളമൊക്കെ കൊണ്ട് സംഭരിക്കുകയും അങ്ങനെ ആ വെള്ളം 2 കൊല്ലത്ത് എത്തിത്തീർന്നാൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം തന്നെ 2 കൊല്ലത്ത് എത്തിയാൽ പിന്നെന്ത് ചെയ്യാം? അത് നമുക്ക് ശുദ്ധീകരണത്തിന് പറ്റും. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ശുദ്ധീകരണത്തിന് പാടില്ലാതെയാവുന്നത് കുറഞ്ഞ വെള്ളമാകുമ്പോഴാണ്. എന്ന് വെക്കുമ്പോൾ നമ്മൾ സാധാരണയിൽ കുളിക്കുന്ന കുളിയുടെ വെള്ളമൊക്കെ സൂക്ഷിക്കാം. കാരണം സാധാരണയിലുള്ള കുളി നിർബന്ധ കുളിയാവില്ല. നിർബന്ധ കുളിയല്ലാത്ത മറ്റു കുളികളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെയും സൂക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് കൃത്യമായി വുളൂ ചെയ്യാം. കൃത്യമായ ആ വെള്ളം കൊണ്ട് തന്നെ വുളൂ ചെയ്യാം. ഇനി ഫർളായ കുളിയിലും ഫർളായ വുളൂയിലും ഒക്കെ നിർവഹിക്കുന്ന വെള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടി അത് 2 കൊല്ലത്ത് വെള്ളം എത്തിച്ചേരുകയാണെങ്കിൽ ആ വെള്ളം കൊണ്ടും നമുക്ക് കുളിക്കാം, ആ വെള്ളം കൊണ്ട് ഫർള് വുളൂ എടുക്കാം. കാരണം എന്തുകൊണ്ട്? മുസ്തഅമൽ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ട എന്ന വെള്ളം എന്ന അയോഗ്യത, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന വെള്ളത്തിന് അയോഗ്യത കടന്നു വരുന്നത് കുറഞ്ഞ വെള്ളമാകുമ്പോഴാണ്, 2 കൊല്ലത്തില്ലാതിരിക്കുമ്പോഴാണ്. എന്ന് വെക്കുമ്പോൾ ഫഇൻ ജുമിഅൽ മുസ്തഅമലു ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഫഇൻ ജുമിഅൽ മുസ്തഅമലു ഫർളിൽ എത്തിക്കുകയും ചെയ്തു. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം വേസ്റ്റാക്കാതെ, പ്രത്യേകിച്ച് വെള്ളം നന്നായി പ്രയാസപ്പെടുമ്പോഴൊക്കെ ചെയ്യേണ്ടിയും വരും. അങ്ങനെ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഫബലഗ കുല്ലത്തൈനി അത് 2 കൊല്ലത്ത് എത്തിക്കുകയും ചെയ്താൽ ഫമുത്തഹിറുൻ ആ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ്, തഹൂറാണ്, ആ വെള്ളം ശുദ്ധീകരിക്കാൻ യോഗ്യമാകുന്നു. ഫമുത്തഹിറുൻ ആ വെള്ളം ശുദ്ധിയുള്ളതാകുന്നു. മനസ്സിലാക്കണേ. ഫഇൻ ജുമിഅൽ മുസ്തഅമലു ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഫബലഗ കുല്ലത്തൈനി അത് 2 കൊല്ലത്ത് എത്തിക്കുകയും ചെയ്താൽ ഫമുത്തഹിറുൻ ആ വെള്ളം ശുദ്ധീകരിക്കാൻ യോഗ്യമായതാകുന്നു. ഏതുപോലെ കമാലൗ ജുമിഅൽ മുത്തനജ്ജിസു നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ, കമാലൗ ജുമിഅൽ മുത്തനജ്ജിസു നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ, നജസ് ഒരുമിച്ച് കൂട്ടിയതല്ല, നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. നമ്മൾ അറബിയിൽ മാ എന്നതിന് മസ്ദരി എന്നും ലൗ സായിദ എന്നും അർത്ഥം വെക്കും. കമാലൗ ജുമിഅ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ, മായുടെയും ലൗവിന്റെയും ഒന്നും അർത്ഥം കൃത്യമായി കേൾക്കൂല. അതുകൊണ്ടാ പറഞ്ഞത് കമാ മസ്ദരി എന്നും ലൗ സായിദ എന്നും പറയും. കമാ ലൗ ജുമിഅൽ മുത്തനജ്ജിസു മുത്തനജ്ജിസ് ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ, ഫബലഗ കുല്ലത്തൈനി അതെന്ത് ചെയ്തു? 2 കൊല്ലത്തെത്തുകയും ചെയ്തു. വലം യതഗയ്യർ വെള്ളം പകർച്ചയായിട്ടുമില്ല, എന്നാലും ഏതാണ് ആ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും. ഉദാഹരണം, നമ്മളൊക്കെയും മലമൂത്ര വിസർജന ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം പലപ്പോഴും മുത്തനജ്ജസുമായി കൂടിച്ചേരുന്ന വെള്ളമായിരിക്കും. ആ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുകയും അങ്ങനെ അത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് പകർച്ച നീങ്ങുകയും ചെയ്താൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുമോ ഇല്ലേ എന്ന് മറ്റു നജസ് കഴുകാൻ ഉപയോഗിച്ച വെള്ളവും ഈ വെള്ളവും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടി വെക്കുകയും ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അത് 2 കൊല്ലത്തെത്തി ഒരു പകർച്ചയും ആ വെള്ളത്തിനില്ലെങ്കിൽ ആ വെള്ളം വുളു എടുക്കാൻ പറ്റുന്നതും കുളിക്കാൻ യോഗ്യമായതുമാണ്. ഫിൽട്ടർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. പക്ഷെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫിൽട്ടർ എന്നൊക്കെ പേരിൽ കടന്നു വരണം എന്ന് മാത്രം. കമാലൗ ജുമിഅൽ മുത്തനജ്ജിസു ഞാനിത് പ്രത്യേകം പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ സഹോദരിമാർ ഒരു ബക്കറ്റ് വെള്ളം വീട്ടിൽ വുളു ചെയ്യാനോ മറ്റോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പഴയകാലത്ത് ഇപ്പോ എല്ലാവരും പൈപ്പിലൂടെ വുളു ചെയ്യുന്നോണ്ട് കൂടുതലൊന്നും ബാധിക്കൂല.
എന്നാലും വുളൂ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച വെള്ളത്തിൽ ഏതെങ്കിലും ചെറിയ കുട്ടികൾ പോയി വെറുതെ ഒന്ന് കൈമുക്കുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് കുടിക്കാൻ വെള്ളം എടുക്കുകയോ ചെയ്താൽ നമ്മുടെ സഹോദരിമാർ ആ വെള്ളം ഒരുപക്ഷെ മറിച്ചു കളയും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? വുളൂ ചെയ്യൂല. എന്താ കാര്യം? അത് ഉപയോഗിച്ച വെള്ളമാണ്. എന്തിനുപയോഗിച്ചു? ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിനേ പ്രശ്നമുള്ളൂ, സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന് പോലുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയിൽ കുളിക്കാൻ ഉപയോഗിച്ച കുളിയുടെ വെള്ളം പോലും വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് അടുത്ത ശുദ്ധീകരണത്തിന് നിർവഹിക്കാൻ പറ്റുന്നതാണ്. ഫഇൻ ജുമിഅൽ മുസ്തഅമലു, ഇനി ഫർളിൽ ഉപയോഗിച്ച വെള്ളം തന്നെ 2 കൊല്ലത്തെത്തിച്ചേർന്നാലും അതും ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാണ്. ഏതുപോലെ? ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കൊല്ലത്തെത്തിയാൽ തന്നെ പറ്റും. അതിലും വലുതാണ് കമാലോ ജുമിഅൽ മുതനജ്ജിസു, നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫബലഗ കുല്ലത്തൈനി, 2 കൊല്ലത്തെത്തുകയും ചെയ്തു. വലം യതഗയ്യർ, പകർച്ചയായിട്ടുമില്ല. എന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റും, വുളൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സംശയം ബാക്കിയുണ്ട്. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം 2 കൊല്ലത്തൊരുമിച്ചുകൂടി, പിന്നെ നമ്മൾ വുളൂ ചെയ്യാൻ അവിടെ നിന്നും ഒരു കിണ്ടി വെള്ളം പുറത്തേക്കെടുത്തു, അല്ലെങ്കിൽ ഒരു കോപ്പയിൽ അല്ലെങ്കിൽ ഒരു പാട്ടയിൽ വെള്ളം നമ്മൾ പുറത്തേക്കെടുത്തു. അതിൽ 2 കൊല്ലത്ത് കുറഞ്ഞാൽ ഇനി ആ വെള്ളം വീണ്ടും പഴയപടി ആവർത്തിക്കുമോ? ഒരു പ്രസക്തമായ ചോദ്യം. അപ്രകാരം തന്നെ നജസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെടുകയും 2 കൊല്ലത്തെത്തിച്ചേരുകയും ചെയ്തു. ശേഷം നമ്മൾ വുളൂ ചെയ്യാനോ കുളിക്കാനോ കുറച്ച് വെള്ളം മാറ്റി. ഇപ്പോൾ അവിടെ 2 കൊല്ലത്തില്ല. എന്നാൽ ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുമോ ഇല്ലേ? അതിനുള്ള മറുപടിയാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ വളരെ സിമ്പിളായ ഒരു വാക്കുകൊണ്ട് പ്രയോഗിക്കുന്നു. ബഹുമാനപ്പെട്ട ദുൽദുൽ എന്ന സുഹൃത്ത് അടുത്ത ഭാഗവും കൂടി ടെക്സ്റ്റ് ചെയ്താൽ നന്നാകുമായിരുന്നു. ഫഇൻ ജുമിഅൽ മുസ്തഅമലു ഫബലഗ ഖുല്ലതൈനി ഫമുതഹിറുൻ കമാ ലൗ ജുമിഅൽ മുതനജ്ജിസു ഫബലഗ ഖുല്ലതൈനി വലം യതഗയ്യർ. അതാ വഇൻ ഖല്ല ബഅദു ബിതഫ്രീഖിഹി വഇൻ ഖല്ല, എന്നിട്ട് ആ വെള്ളം 2 കൊല്ലത്തിനെ തൊട്ട് കുറഞ്ഞാലും ബഅദു ഒരുമിച്ച് കൂടിയതിനു ശേഷം വഇൻ ഖല്ല, അങ്ങനെ തന്നെ വായിക്കണേ, വഇൻ ഖല്ല, ആ വെള്ളം 2 കൊല്ലത്തിന് തൊട്ട് കുറഞ്ഞാലും ബഅദു, എപ്പോൾ? 2 കൊല്ലത്തെത്തിയതിന് ശേഷം കുറഞ്ഞാലും ബിതഫ്രീഖിഹി, എങ്ങനെയാ കുറയാ? വെള്ളം വിട്ടുപിരിക്കൽ കൊണ്ട്, വെള്ളം ആവശ്യത്തിന് എടുക്കൽ കൊണ്ട്. ഒരുമിച്ച് കൂടിയതിന് ശേഷം 2 കൊല്ലത്തിന് തൊട്ട് കുറഞ്ഞാലും എന്താണ്? ആ വെള്ളത്തിന് കുഴപ്പമില്ല, അത് ശുദ്ധീകരിക്കാൻ യോഗ്യമായതാണ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യവും പ്രസക്തമായ ഒരു ഉത്തരവുമാണ്. ഒരാള് അബൂ സവാദ് എന്ന പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ അഡ്മിനായ സുഹൃത്താണ്. നമുക്ക് മൈക്കിൽ തന്നെ വരുന്നതല്ലോ, ഒന്നും കൂടി നന്നുകൂടി എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ബഹുമാനപ്പെട്ട അബൂ സവാദ് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എനിക്ക് എസ് അടിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ചോദിക്കാൻ ആ സമയത്താവും. ഒന്നുകൂടി നന്ദി. ഇപ്പോൾ ഡ്യൂട്ടിയാണ്, അപ്പൊ ആ സമയത്ത് ഫ്രീ കിട്ടൂല. മൈക്കിൽ വരാൻ കഴിയില്ലായിരിക്കും അല്ലെ? മൈക്കിൽ വരാൻ കഴിയില്ല എന്നായിരിക്കും അല്ലെ? അബൂ സവാദ് മൈക്കിൽ വരാൻ ക്ലാസ്, അതായത് ഇപ്പോ ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം മൈക്കിൽ വരാൻ കഴിയില്ല അല്ലെ? ഓക്കെ, എന്നാൽ ഞാൻ ചോദ്യം വായിക്കട്ടെ. ഒരാൾക്ക് മുസ്തഅമലായ വെള്ളം മറ്റൊരാൾക്ക് തഹൂറാകുമോ? അതായത് ഒരാൾ വുളൂ ചെയ്ത വെള്ളത്തിൽ മറ്റൊരാൾക്ക് വുളൂ ഇല്ല, പറ്റില്ല. ഒരാൾ ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഇനി മറ്റൊരാൾക്ക്, അങ്ങനെ ഒരാൾ വുളൂ എടുത്ത വെള്ളം മറ്റൊരാൾക്ക് ഫർദിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ആരാണെങ്കിലും ശരി, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മറ്റൊരാൾക്കും പറ്റാത്തത് തന്നെ. അതിനല്ലേ ചോദ്യം? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരാൾ വുളൂ ചെയ്ത വെള്ളത്തിൽ മറ്റൊരാൾക്ക് വുളൂ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണെങ്കിൽ ആര് ചെയ്താലും മറ്റൊരാൾക്കും പറ്റാത്തത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കൊരു സുഹൃത്ത് വരുന്നിട്ട് എന്നോട് കാര്യമായി ചോദിച്ചൊരു ചോദ്യം ഞാൻ തട്ടി. ഒരു കാര്യമായ ചോദ്യമാണ്. ഏതായാലും അദ്ദേഹത്തെ സർവ്വ ആദരവോടെയും മാറ്റി നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ട്? അദ്ദേഹത്തിന് ഡോട്ടും വീണിട്ടുണ്ട്. ഏതായാലും വെറുതെ നിങ്ങൾക്ക് മറ്റു പണികളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് സ്വലാത്തോ മറ്റോ ചെല്ലലായിരിക്കും നിങ്ങൾക്ക് നന്ന്. ഇത്ര നല്ലൊരു സദസ്സിലും വന്ന് അലങ്കോലപ്പെടുത്താൻ നിങ്ങളല്ലാതെ മുന്നോട്ട് വരൂല എന്ന് ഞാൻ മനസ്സിലാക്കി. അള്ളാഹു നിങ്ങൾക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. പലർക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കും നൽകട്ടെ എന്ന്
ക്ലാസ്സിന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നു. അള്ളാഹു അദ്ദേഹത്തിനും സത്യം അറിയാൻ എന്നുള്ള പേരിലാണ് ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. അവർ അങ്ങനെ കേട്ടു പോകാമെന്നു മാത്രം. അപ്പൊ ഏതായാലും പറഞ്ഞ മനസ്സിലായിരിക്കും. വ ഇൻ ഖല്ല ബഅദു ബിതഫ്രീഖിഹി, പറഞ്ഞു വന്നത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒരുമിച്ച് കൂട്ടി അത് 2 കുല്ലത്തായി. അതിനുശേഷം 2 കുല്ലത്തിന് അല്പം കുറഞ്ഞാലും എന്ത് കുഴപ്പമില്ല, അത് വുളൂഇനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതാണ്, കുളിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അതിന് കുഴപ്പമില്ല. വ ഇൻ ഖല്ല, കുറഞ്ഞാലും ശരി, ബഅദു ഒരുമിച്ച് കൂടിയതിന് ശേഷം, ബഅദു എന്നാണ് വായിക്കുക, ബഅദ എന്നല്ല. കാരണം അതിൽ ഒരുമിച്ച് കൂടിയതിന് ശേഷം ഒരുമിച്ച് കൂടി എന്ന മുലാഫുൻ ഇലൈഹി എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന മുലാഫ് ഇലൈഹിയെ കളയപ്പെടുകയും അതിന്റെ മഅന കരുതുകയും ചെയ്താൽ, എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയതിന് ശേഷം എന്ന് പറയുന്ന മുലാഫ് ഇലൈഹിയെ കളയപ്പെടുകയും അതിന്റെ മഅന കരുതുകയും ചെയ്താൽ ലമ്മിന്മേൽ മബ്നിയായിരിക്കും. നെഹ്വ് ചെറുങ്ങനെ സൂചിപ്പിക്കണമെന്ന് ഏതോ സുഹൃത്ത് ഓർമ്മിച്ചത് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ടാണ്, ആരും പ്രയാസപ്പെടരുത് എന്ന് കൂടി പറയുന്നു. വ ഇൻ ഖല്ല ബഅദു ബിതഫ്രീഖിഹി, അത് വിട്ടുപിരിക്കൽ കൊണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല. ഫഉലിമ, അപ്പോൾ ബോധ്യപ്പെട്ടു, ഫഉലിമ മനസ്സിലാക്കപ്പെട്ടു, അന്നൽ ഇസ്തിഅമാല ഫർളിൽ ഉപയോഗിച്ചു എന്ന അയോഗ്യത, ലാ യസ്ബുതു അത് സ്ഥിരപ്പെടുകയില്ല, ഇല്ലാ മഅ ഖില്ലത്തിൽ മാഇ വെള്ളം കുറവാവലോടുകൂടിയല്ലാതെ. അപ്പൊ 2 കുല്ലത്തില്ലാത്ത വെള്ളത്തിനെ കുറിച്ച് മാത്രമേ ഇസ്തിഅമാല് എന്ന് വരികൂ. ഒരു വെള്ളത്തിലാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിലുള്ള ഹൗദിലെ വെള്ളം മുസ്തഅമൽ എന്ന് പറയൂല. കാരണം അത് മുസ്തഅമൽ എന്ന പദം ലഭ്യമാവണമെങ്കിൽ അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളം തന്നെയാണ്, ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. പക്ഷേ അതിന് മഹാന്മാരായ ഫുഖഹാഇന്റെ ഭാഷയിൽ മുസ്തഅമൽ എന്ന പദം ലഭിക്കണമെങ്കിൽ, അങ്ങനെയുള്ള നമ്മൾ കൽപ്പിക്കുന്ന അയോഗ്യത കണക്ക് ലഭിക്കണമെങ്കിൽ അതെന്താവണം, വെള്ളം കുറഞ്ഞിരിക്കണം. 2 കുല്ലത്തുള്ള വെള്ളത്തെക്കുറിച്ച് മുസ്തഅമൽ എന്ന് പറയുകയില്ല. ഫഉലിമ, അപ്പോൾ മനസ്സിലാക്കപ്പെട്ടു, അന്നൽ ഇസ്തിഅമാല ലാ യസ്ബുതു ഇല്ലാ മഅ ഖില്ലത്തിൽ മാഇ, ഇസ്തിഅമാൽ ലാ യസ്ബുതു അത് സ്ഥിരപ്പെടുകയില്ല, ഇല്ലാ മഅ ഖില്ലത്തിൽ മാഇ വെള്ളം കുറവാവലോടുകൂടിയല്ലാതെ. വെള്ളം കുറയാന്ന് പറഞ്ഞാൽ 2 കുല്ലത്തിൽ താഴെയാവുക മാത്രമല്ല. 2 കുല്ലത്ത് കുറഞ്ഞാൽ മാത്രം പോരാ. നമ്മളിപ്പോൾ മുസ്തഅമലായ വെള്ളം, ഉദാഹരണത്തിന് കൈ കഴുകാൻ വേണ്ടി നമ്മൾ വെള്ളമെടുക്കാൻ, കഴുകാൻ വേണ്ടി ഹൗദിൽ നിന്ന് വെള്ളമെടുത്ത നമ്മൾ കൈയിലേക്ക് എത്തലോടുകൂടി തന്നെ ഫർളായ കൈയിന്റെ ഭാഗം നിർവഹിച്ചവരാണ്. അവിടുന്ന് അങ്ങോട്ട് കൈയെ മുന്നോട്ട് കൊണ്ടുപോയി കൈ തള്ളയിലൂടെ കൈ തണ്ടയിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥലത്ത് ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് അടുത്ത സ്ഥലത്തേക്കും ആ വെള്ളം ഉപയോഗിക്കുന്നത്, അല്ലെ? വെള്ളം ഒഴുകുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥലത്ത് നിന്നും മറ്റേ സ്ഥലത്തേക്കാണ് വെള്ളം എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിച്ച വെള്ളമാണല്ലോ ഇപ്പുറത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫർളാക്കപ്പെട്ട വെള്ളമല്ലേ, ആ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമല്ലേ വീണ്ടും ഉപയോഗിച്ചത്? അതാ പറയുന്നത് ഐ വബഅദ ഫസ്ലിഹി അനിൽ മഹല്ലിൽ മുസ്തഅമൽ. മാത്രമല്ല ഉപയോഗിക്കപ്പെട്ട മഹല്ലിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷവും അല്ലാതെ അനിൽ മഹല്ലിൽ മുസ്തഅമൽ പറയില്ല, ഇസ്തിഅമാൽ എന്ന് പറയില്ല. അല്ലെങ്കിൽ പിന്നെ വുളു എടുക്കലുണ്ടാകുന്നു, മുഖത്തിന്റെ മുകൾ ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നു, അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ അയോരിക എന്നായ ഉപയോഗിക്കപ്പെടുന്ന മഹല്ലിൽ നിന്ന് വിട്ടുപിരിയണം. വലൗ ഹുക്മൻ, വിട്ടുപിരിയാന്ന് പറഞ്ഞ നേരെ നിലത്തേക്ക് ഉറ്റുക എന്നൊന്നും അർത്ഥമില്ല. ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തിൽ നിന്ന് വിട്ടുപിരിയാന്ന് പറഞ്ഞാൽ നേരെ വെള്ളം നിലത്തേക്ക് ഉറ്റണമെന്നോ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഉറ്റണമോ എന്നില്ല. വലൗ ഹുക്മൻ, അതൊരു സങ്കല്പത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ അതിന്റെ ശർഈയായ വീക്ഷണത്തിൽ വിട്ടുപിരിഞ്ഞാലും മതി. വലൗ ഹുക്മൻ, പൊതുവെ ഹഖീഖിയൻ എന്ന് പറയുന്ന ഹഖീഖിയായി യഥാർത്ഥത്തിൽ വിട്ടുപിരിയാന്ന് പറഞ്ഞാൽ കഴുകപ്പെടുന്ന അവയവത്തിൽ നിന്നും പുറത്തേക്ക് തെറിക്കണം, അപ്പോഴേ വിട്ടുപിരിയാന്ന് പറയും. അതേസമയം കൈയിലൂടെ കടന്നുപോയി കൈയിന്റെ അപ്പുറത്തേക്ക് ചുമലിന്റെ അപ്പുറത്തേക്ക് വെള്ളെത്തിയാൽ സത്യത്തിൽ വിട്ടുപിരിഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? കൈയിന്റെ കൂടെ തന്നെ അടുത്ത ഭാഗത്തേക്ക് കടന്നുപോയിന്നേ പറയാൻ പറ്റൂ.
എന്നാലും ശറൈന്റെ വീക്ഷണത്തിൽ അതിന് വിട്ടുപിരിഞ്ഞു എന്ന് പറയും. അതാണ് വലൗ ഹുക്മൻ. നേരെ മലയാളത്തിലെ അർത്ഥം നമ്മൾ വെക്കാറില്ല. വലൗ ഹുക്മൻ, അത് സ്ഥാനത്താണെങ്കിലും ശരി, വിട്ടുപിരിഞ്ഞു എന്ന സ്ഥാനത്താണെങ്കിലും ശരി. ഏതുപോലെ അതിന് ഉദാഹരണം കൊണ്ട് വിശദീകരിക്കാണ്. കഅൻ ജാവസ, ആ വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ. കഅൻ ജാവസ, വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ. മങ്കിബൽ മുതവല്ലി, വുളൂ ചെയ്യുന്നവന്റെ ചുമലിനെ, വുളൂ ചെയ്യുന്നവന്റെ ചുമലും വിട്ട് വെള്ളം പോവുകയാണെങ്കിലും ആ വെള്ളത്തെക്കുറിച്ചും മുസ്തഅമൽ എന്ന് പറയും. കഅൻ ജാവസ, വെള്ളം വിട്ടുകിടക്കുന്നത് പോലെ. മങ്കിബൽ മുതവല്ലി, വുളൂ ചെയ്യുന്നവന്റെ ചുമലിനെ അല്ലെങ്കിൽ ചുമലിനെ. ഔ റുക്ബതഹു, അല്ലെങ്കിൽ അവന്റെ പിരടിയെ, അല്ല അവന്റെ മുട്ടും കാൽമുട്ടിനെ. അതായത് കാൽ കഴുകുന്നവനാണെങ്കിൽ അവന്റെ കാൽമുട്ടിനപ്പുറത്തേക്ക് തുടയുടെ ഭാഗത്തേക്ക് കാലിന് ഉപയോഗിച്ച വെള്ളം എത്തിച്ചേരുകയാണെങ്കിൽ ആ വെള്ളത്തെക്കുറിച്ചും മുസ്തഅമൽ എന്ന് പറയും. വഇൻ ആദ ലിമഹല്ലിഹി, അത് അതിന്റെ സ്ഥലത്തേക്ക് മടങ്ങിയാലും ശരി, ആ വെള്ളത്തിന് എന്തു പറയും? മുസ്തഅമൽ എന്ന് തന്നെ പറയും. മങ്കിബിൽ വുളൂ ചെയ്യുന്നവൻ നന്നായി കയറ്റി കഴുകിയപ്പോൾ മതിലും ചുമലും വിട്ട് അങ്ങോട്ട് പോവുകയും വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വെള്ളം തിരിച്ചു വരികയും ചെയ്താലും ആ വെള്ളത്തെക്കുറിച്ചും മുസ്തഅമൽ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഈ വുളൂ എടുക്കുകയില്ലേ മറ്റൊരു വിഷയം. മുസ്തഅമൽ എന്ന പേര് അതിന് സാധിക്കും. അതുപോലെ അവിൻ തഖല മിൻ യദിൻ ലി ഉഖ്റ, ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് വിട്ടുപിരിഞ്ഞ് നീങ്ങിയാലും അതിന്റെ പേരെന്ത് തന്നെയാണ്? മുസ്തഅമൽ എന്ന. രണ്ട് കൈയും വുളൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവയവമാണ്, അല്ലെ? രണ്ട് കൈയും വുളൂവിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അവയവമാണ്. എന്നാൽ പോലും ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് വെള്ളം നീങ്ങിയാലും ആ വെള്ളത്തിന് മുസ്തഅമൽ എന്ന് പേര് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും വിഷയമില്ല. കാരണം നമ്മൾ കൃത്യം വുളൂ ചെയ്യുമ്പോൾ ഒരു രണ്ട് കൈയും വേറെ വേറെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് പ്രശ്നമൊന്നും കടന്നു വരുന്നില്ല. പക്ഷെ ആ വെള്ളത്തിനും എന്തു പറയും? ഞാൻ വലത്തെ കൈ കഴുകുമ്പോൾ ആ കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് വെള്ളം തെറിച്ചു വീണാലും ആ ഇടത്തെ കൈയിലേക്ക് തെറിച്ചു വീണ വെള്ളത്തെക്കുറിച്ചും മുസ്തഅമൽ എന്ന് പറയും. നഅം, എങ്കിലും. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം കടന്നു വരും. എന്നാ കൈത്തണ്ടയിൽ നിന്ന് കൈപ്പത്തി വേറെ കൈത്തണ്ട വേറെയായി കണക്ക് കൂട്ടി കൈപ്പത്തിയിൽ നിന്നും തണ്ടയിലേക്ക് പോയാലും വുളൂ മുറിയുമോ? നഅം, എങ്കിലും. ലാ യദുറു ഫിൽ മുഹ്ദിസി, അശുദ്ധിക്കാരനിലേക്ക് കുഴപ്പമില്ല. ചെറിയ ശുദ്ധിക്കാരനിൽ കുഴപ്പമില്ല. ഇൻഫിസാലുൽ മാഇ, വെള്ളം വിട്ടുപിരിയൽ. മിനൽ കഫി ഇലസ്സാഇദി, മുൻകൈയിൽ നിന്നും കൈത്തണ്ടയിലേക്ക് വിട്ടുപിരിയൽ കുഴപ്പമില്ല. ലാ യദുറു ഫിൽ മുഹ്ദിസി, അശുദ്ധിക്കാരനിൽ തകരാറില്ല. ഇൻഫിസാലുൽ മാഇ, വെള്ളം വിട്ടുപിരിയൽ. മിനൽ കഫി, മുൻകൈയിൽ നിന്നും ഇലസ്സാഇദി, കൈത്തണ്ടയിലേക്ക് എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ നമ്മൾ വുളൂ ചെയ്തിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ നമ്മൾ വെള്ളം എടുക്കുന്നു, ആ കൈയിന്റെ കഴുകലായി. ഇനി എന്നിട്ട് അവിടെ നിന്നാണ് തണ്ടയിലേക്ക് പോകുന്നത്, പ്രശ്നമാണെന്ന് പറഞ്ഞ വുളൂ എടുക്കൽ നടക്കൂല. അതുകൊണ്ട് കുഴപ്പമില്ല. വലാഫിൽ ജുനൂബി, വലിയ ശുദ്ധിക്കാരനിലും കുഴപ്പമില്ല. ഇൻഫിസാലുഹു, വെള്ളം ഉറ്റുക. മിനർ റഅസി, തലയിൽ നിന്നും. ഇലാ നഹ്വിസ് സദ്രി, നെഞ്ചു പോലോത്ത ഭാഗത്തേക്ക്. അപ്പൊ തല വേറൊരു അവയവമാണ്, നെഞ്ച് മറ്റൊരു അവയവമാണ്. അപ്പൊ തലയിൽ ഉപയോഗിച്ച വെള്ളം നെഞ്ചിലേക്ക് ഉറ്റിയാൽ പോരാ എന്ന് മനസ്സിലാക്കേണ്ട, കുഴപ്പമില്ല. വലാഫിൽ ജുനുബി, ജനാപത്തുകാരനിലും കുഴപ്പമില്ല. ഇൻഫിസാലുഹു, വെള്ളം ഉറ്റുക, വേർപിരിയുക എന്നത്. മിനർ റഅസി, തലയിൽ നിന്നും. ഇലാ നഹ്വിസ് സദ്രി, നെഞ്ചു പോലോത്ത അവയവം. നെഞ്ചു പോലോത്ത അവയവം എന്ന് പറഞ്ഞാൽ മിമ്മ, ഒരു അവയവം. യഗ്ലിബു ഫീഹി തഖാദുഫു, ആ അവയവത്തിലേക്ക് വെള്ളം ഉറ്റൽ സാധാരണയാണ്. വെള്ളം നിന്നും വെള്ളം ഉറ്റിയത് കൊണ്ട് കുഴപ്പമില്ല. ആ തലയിൽ ഉപയോഗിച്ച വെള്ളം തന്നെ ഈ നെഞ്ചിന്റെ അവയവത്തുള്ള ജനാപത്ത് നീങ്ങിക്കിട്ടാനും മതിയാകുന്നതാണ്. വേറെ വെള്ളം അവിടത്തേക്ക് സെപ്പറേറ്റ് ഇറക്കണമെന്നില്ല. വലാ ഫിൽ ജുനുബി, ജനാപത്തുകാരനിലും കുഴപ്പമില്ല. ഇൻഫിസാലുഹു, വെള്ളം വേർപിരിയുക എന്നത്. മിനർ റഅസി, തലയിൽ നിന്നും. ഇലാ നഹ്വിസ് സദ്രി, നെഞ്ചു പോലോത്ത ഭാഗത്തേക്ക്. നെഞ്ച് പോലോത്ത എന്ന് പറഞ്ഞാൽ മിമ്മ, ഒരു അവയവത്താൽ. യഗ്ലിബു ഫീഹി, തലയിൽ നിന്ന് സാധാരണയാണ്. അത്തഖാദുഫു, ഉറ്റുക എന്നത്. എവിടത്തേക്ക്? ആ അവയവത്തിലേക്ക്. മിമ്മ, ഒന്നിനാൽ. യഗ്ലിബു ഫീഹി, ആ ഒന്നിൽ സാധാരണയാണ്. അത്തഖാദുഫു, ഉറ്റുക എന്നത്, വെള്ളം നടക്കുക എന്നത്. തലയിൽ വെള്ളം ഒഴിച്ചാൽ സ്വാഭാവികമായും നെഞ്ചിന്റെ ഭാഗത്തേക്കും മറ്റു സമീപ പ്രദേശത്തേക്കും എത്തും. കാലിന്റെ അടിഭാഗത്തേക്ക് ഒരു പക്ഷെ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇനി അല്ലെങ്കിൽ കാലിന്റെ അടിഭാഗത്തെത്തുമെന്നാൽ കാലിന്റെ
ഭാഗത്തുള്ള തള്ള പോലുള്ള ഭാഗത്തേക്ക് എത്തിക്കൊള്ളണമെന്നുമില്ല. കാരണം തലയിൽ നിന്ന് നേരെ ചിലപ്പോൾ കാലിന്റെ അടിഭാഗത്തേക്ക് എത്തും. പക്ഷേ എന്നാലെന്തില്ല, നമ്മുടെ നെഞ്ചിന് വിട്ട് തൊടയുടെ ഭാഗത്തേക്കൊന്നും എത്തിക്കൊള്ളണമെന്നുമില്ല. അപ്പൊ അത്തരം ഭാഗമല്ലാത്ത ഭാഗത്തിലേക്ക് ജനാപത്തുകാരന്റെ വുളു ആ അവയവത്തിൽ നിന്ന് വേർപിരിഞ്ഞ് മറ്റൊരു അവയവത്തിലേക്ക് എത്തിയെന്തുകൊണ്ടും കുഴപ്പം വരുന്നില്ല. നമുക്ക് കൂടുതൽ പ്രയാസകരമായ ഒരു ഭാഗമൊന്നുമല്ല. കാരണം നമ്മൾ നന്നായി വുളു ചെയ്യും, നന്നായി കുളിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും മറ്റേ മുസ്താമലായ വെള്ളം കൊണ്ട് തന്നെ ആണെങ്കിൽ പോലും ഈ വെള്ളം കൊണ്ട് നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് കൂടുതൽ നമുക്കതിൽ എന്ത് ചെയ്യുന്നില്ല, വിഷയത്തിൽ ഗൗരവം അർഹിക്കേണ്ടി വരുന്നില്ല. വലാ യദുറു ഫിൽ മുഹ്ദിസി ഒന്നുകൂടി വേണമെങ്കിൽ മനസ്സിലാക്കാം. മുസ്താമൽ എന്ന പദവിയിൽ വരണമെങ്കിൽ, മുസ്താമൽ എന്ന മഹാപദവിയല്ല, ആ വെള്ളം മുസ്താമൽ എന്ന പദവി കിട്ടലോടുകൂടി വെള്ളം ഉപയോഗശൂന്യമാവുകയാണ് അല്ലെ. ഇസ്തിമാൽ എന്ന പദവി കിട്ടലോടുകൂടി സത്യത്തിൽ അയോഗ്യമാവുകയാണ്. അത് എപ്പോഴാണ് ഉണ്ടാവുക? ഉണ്ടാവണമെങ്കിൽ 1-2 കുല്ലത്തില്ലാത്ത വെള്ളമായിരിക്കണം. അതാണ് പറഞ്ഞത് ഖലീലൻ, കുറഞ്ഞ നിലയിലുള്ള വെള്ളം. 2, ഉപയോഗിക്കപ്പെട്ട അവയവത്തിൽ നിന്നും വെള്ളം വേർപിരിയണം. ഉപയോഗിക്കപ്പെട്ട അവയവത്തിൽ നിന്ന് വെള്ളം വേർപിരിഞ്ഞാൽ മാത്രമേ ആ വെള്ളത്തെക്കുറിച്ച് മുസ്താമൽ എന്ന് പറയുകയുള്ളൂ. വേർപിരിയുക എന്നത് നമ്മൾ നേരെ അർത്ഥത്തിലുള്ള വേർപിരിയൽ തന്നെ ആവണമെന്നില്ല. ശറയിൽ ഏതൊക്കെ ഭാഗമാണോ കഴുകേണ്ടത് ആ ഭാഗത്തെയും വിട്ടെത്തിയാലും, ഉദാഹരണത്തിന് കൈ കഴുകേണ്ടത് കൈയിന്റെ പൂർണ്ണരൂപം കൈയുടെ മുഴുവൻ തോളം കൈ വരെയുള്ള പൂർണ്ണ ഭാഗമാണ്. തോളം കൈയും വിട്ടു ചുമലിലേക്ക് വെള്ളം എത്തിച്ചേരുകയാണെങ്കിൽ, ചുമലിനെയും വിട്ടു വെള്ളം കടന്നു പോവുകയാണെങ്കിൽ ആ വെള്ളവും ഇസ്തിമാൽ എന്ന പദവിക്ക് യോഗ്യമതയുള്ള വെള്ളമാണ്. അപ്രകാരം കാല് പൂർണ്ണമായും കഴുകുമ്പോൾ കഴുകേണ്ടത് കാൽ മുട്ടുവരെയാണ്. മുട്ടിനെയും വിട്ട് വെള്ളം പോവുകയാണെങ്കിൽ ആ വെള്ളത്തെക്കുറിച്ചും ഇസ്തിമാൽ എന്ന് പറയും. അതേസമയം വലിയ ശുദ്ധിക്കാരൻ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം നെഞ്ചുപോലുള്ള ഭാഗത്തേക്ക് വെള്ളം എത്തിനും, ഇനിയോ ആ ഭാഗം അവിടെ തൽക്കാലം തീർന്നിട്ടില്ല. ഇനി പൊതുവെ നമുക്കൊക്കെ പലപ്പോഴും ഉണ്ടാവുന്ന 2-3 പ്രശ്നങ്ങളാണ്. പൈപ്പിലൂടെ വൊളു ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കുറേയൊക്കെ വീട്ടിൽ നിന്നൊക്കെ വൊളു ചെയ്യുമ്പോൾ, അതുപോലെ പിന്നെ അല്ലെങ്കിൽ പള്ളിയിൽ വന്നാലും കൂടുതലും പൈപ്പിലൂടെ തന്നെയാണ് വൊളു ചെയ്യുക. ഹൗല് കൂടുതലും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെയും പൈപ്പ് തന്നെയായിരിക്കും നന്നായി ഉപയോഗിക്കുക. അപ്പോ സാധാ രൂപത്തിൽ ഇപ്പോൾ വരില്ലെങ്കിലും ചിലപ്പോൾ ചില സഹോദരിമാർക്കൊക്കെ ഉണ്ടാവും, പൈപ്പിൽ വൊളു ചെയ്യുമ്പോൾ ധാരാളം വെള്ളം നഷ്ടപ്പെടും. എത്രയാ വെള്ളം നഷ്ടപ്പെടുന്നത്? കടലിൽ നിന്ന് വൊളു ചെയ്യുകയാണെങ്കിൽ പോലും വെള്ളം നഷ്ടപ്പെടുത്തരുതെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം തീർത്തും നമ്മൾ ഉൾക്കൊള്ളണം. കാരണം വെള്ളത്തിന് വല്ലാതെ ക്ഷാമവും മറ്റൊക്കെ വരാനിരിക്കുകയാണ്. ക്ഷാമം ഏകദേശം വന്നു തുടങ്ങി. എത്ര മഴ പെയ്താലും വെള്ളം ആവശ്യത്തിനില്ല തന്നെ. വെള്ളം സർവത്ര ഒരിറ്റു കുടിക്കാനില്ലത്ര എന്ന് പഴയ കാലത്താ പറഞ്ഞെങ്കിലും സംഗതി നന്നായി നമുക്ക് അനുഭവപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഏതായാലും ആ രൂപത്തിൽ വെള്ളത്തെ നമ്മൾ അമിതമാക്കാനേ പാടില്ല. ഒന്നിലും അമിതം പാടില്ല. വിവാഹ ദൂർത്തും എല്ലാം നിരോധിക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും വുളൂയിലും കുളിയിലുമുള്ള ദൂർത്തും നന്നായി നമ്മൾ നോക്കേണ്ടതുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്ത വെള്ളത്തിന്റെ തോതും കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ തോതും ഒക്കെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്ന ഗൗരവം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നന്നായി ആ വിഷയത്തെ നമ്മൾ നമ്മൾ കണക്കുകൂട്ടുകയും വിഷയത്തെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം. ഒരൊറ്റ മിനിറ്റ്. അപ്പോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നമ്മൾ ഇപ്പോൾ പ്രാഥമികമായി കൂടുതൽ വിഷയമില്ലെങ്കിലും എന്നാലും ചിലപ്പോഴെങ്കിലും കടന്നു വരുന്ന ഒരു വിഷയമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, നമ്മളൊരു ബക്കറ്റിൽ വെള്ളം വൊളു കോരിയെടുത്ത് നമ്മൾ എങ്ങനെയാ വൊളു ചെയ്യാ? ബക്കറ്റിൽ നിന്ന് വൊളു ചെയ്യുമ്പോൾ നമ്മൾക്ക് പൊതുവെ പലപ്പോഴും പ്രയാസമായിരിക്കും അല്ലെ? ബക്കറ്റിൽ നിന്ന് വൊളു ചെയ്യാൻ പറ്റുമോ എന്നൊറ്റ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ പല മറുപടി ഉണ്ടാവും. ഞാനൊരു ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുന്നു, സുഹൃത്തുക്കളൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഒരു ചെറിയ സാധാരണ രൂപത്തിൽ നമ്മുടെ നാടുകളിലുള്ള ഏകദേശം ഒരു 10-20 ലിറ്റർ ഉൾക്കൊള്ളാവുന്ന രൂപത്തിലുള്ള ഒരു ബക്കറ്റ്. ആ ബക്കറ്റിൽ കൈയിട്ട് വൊളു ചെയ്യാമോ? ഒരൊറ്റ ചോദ്യമാണ്. പറ്റുമെങ്കിൽ പറ്റും, പറ്റൂലെങ്കിൽ പറ്റൂല. ഒറ്റത്ര യെസ്, പറ്റുമെങ്കിൽ യെസ്, പറ്റൂലെങ്കിൽ നോ എന്ന് മറുപടി തന്നോളൂ. ചെറിയ ബക്കറ്റിൽ പറ്റില്ല. അബ്ദുൽ കരീം പറഞ്ഞോളൂ. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയണം. നമ്മൾ മനസ്സിലാക്കിയ അഭിപ്രായം. യെസ്. ഒരാൾ മാത്രമാണെങ്കിൽ ചെയ്യാം. പറ്റില്ല, നോ. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് മറുപടി ആയിരിക്കൂല അല്ലേ? അല്ല, നിങ്ങളെ ചോദ്യത്തിന് നമ്മളില്ലാന്നാണോ സുഹൃത്തുക്കളെ? സലാമിന്റെ മാന ബഹുമാനനെ MT ഉസ്താദ് പറയലുണ്ട്, ബഹുമാന ഈ യാചകന്മാര് സലാം പറഞ്ഞ എന്തെങ്കിലും തരണമെന്ന അതിന്റെ മാന. അവിടെ വലൈക്കും അസ്സലാം എന്നതിലുപരി നിർബന്ധമാകുന്നത് കൊടുക്കലാണ്. അപ്പം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു അല്ലെ? പറ്റില്ല, പറ്റും, ഒരാൾ മാത്രമാണെങ്കിൽ പറ്റും, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം. സത്യത്തില് അവിടെ ശരിക്കും ഈ ചോദ്യത്തിന് ഏകദേശം എളുപ്പത്തിൽ പറയാവുന്ന ഒരു മറുപടി പറ്റുമെന്നാണ് പറയാവുന്ന മറുപടി. എന്നിട്ട് അതിന് ചില നിയമങ്ങൾ പറയേണ്ടി വരും. പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. പറ്റുമെന്ന് പറയുകയും പറ്റുമ്പോൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ ഫർളിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് ആവാതിരിക്കുകയാണ് മെയിൻ പ്രശ്നം. പിന്നെ ഫർളിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൈ കഴുകുമ്പോൾ തന്നെ കൈ അവിടത്തേക്ക് ഇടുമ്പോൾ തന്നെ എന്താവുന്നു, ഫർളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം കടന്നു വരുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? ഞാൻ കോരിയെടുക്കാണ്, ഇത് പാട്ടന്റെ സ്ഥാനാണെന്ന് കരുതിയാൽ മതി. പാട്ട എടുത്തുകൊണ്ട് പാട്ട മുക്കിയിട്ട് പുതു എടുത്ത കുഴപ്പമില്ലല്ലോ. അപ്പൊ കൈയിന് എന്ത് ചെയ്യുന്നു? പാട്ടന്റെ സ്ഥാനത്ത് ഇറക്കുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ചർച്ച. കേട്ടോളൂ, ഫർഉൻ. ഇത് ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് കടന്നു വരുന്ന പിരിഞ്ഞുണ്ടാകുന്ന ഒരു വേറെ മസലയാണ് ഫർഉൻ എന്നാണ് അവിടെ ഉണ്ടാകുക. ആ ഇബാറത്ത് ബഹുമാനപ്പെട്ട ദുൽദുലോ അബ്ദുള്ള തോട്ടക്ക് 90 ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും ഫർഉൻ ഇത്തരം പറഞ്ഞ ഇസ്തിമാലുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ലൗ അദ്ഖലൽ മുതവല്ലിഉ, ഒരു വുളൂ ചെയ്യുന്നവൻ പ്രവേശിപ്പിച്ചാൽ, ലൗ അദ്ഖലൽ മുതവല്ലിഉ, വുളൂ ചെയ്യുന്നവൻ പ്രവേശിപ്പിച്ചാൽ, യദഹു ദിൽ ഗുസ്ലി അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് കഴുകുക എന്ന ലക്ഷ്യത്തോടെ. അപ്പൊ അതൊന്നുമില്ലാതാണ്, ഒരു കുഴപ്പമില്ല. അശുദ്ധിയെ തൊട്ട് കഴുകുക എന്ന ലക്ഷ്യത്തോടെ കൈ പ്രവേശിപ്പിച്ചു. എപ്പോഴാണത് പ്രവേശിപ്പിക്കുക? അശുദ്ധിയെ തൊട്ട് കഴുകുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾ പ്രവേശിപ്പിച്ചു അല്ലെ? എപ്പോഴേ പ്രവേശിപ്പിക്കാൻ കഴിയുള്ളൂ? അശുദ്ധിയെ തൊട്ട് കഴുകുക എന്ന ലക്ഷ്യത്തോടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരാൾ ജനാപത്തുകാരനാണ്. ഓൻ എന്ത് ചെയ്യുന്നു? ജനാപത്തിന്റെ കൈയിന്റെ ജനാപത്ത് ഉയർത്താൻ കൈ വുളൂ ചെയ്യുന്നവനാണ്. അപ്പൊ ഓനെ സംബന്ധിച്ചിടത്തോളം കൈ അല്ല, അത് ശരിയാ, അവ ജനാപത്തുകാരനല്ല. ലൗ അദ്ഖലൽ മുതവല്ലിഉ, വുളൂ ചെയ്യുന്നവൻ പ്രവേശിപ്പിച്ചു, യദഹു അവന്റെ കൈ, ബികസ്ദിൽ ഗുസ്ലി അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് കഴുകുക എന്ന ലക്ഷ്യത്തോടെ കൈ പ്രവേശിപ്പിച്ചാൽ, അതെങ്ങനെ പ്രവേശിപ്പിക്കാൻ കഴിയുള്ളൂ? അക്കൈ പ്രവേശിപ്പിക്കണമെങ്കിൽ ഓന്റെ കൈയിനെ തൊട്ടുള്ള അശുദ്ധി നീങ്ങണമെങ്കിൽ ഏത് സമയത്തേ നീങ്ങുള്ളൂ? മുഖം കഴുകിയതിന് ശേഷമുള്ള സമയത്തല്ലേ നീങ്ങുള്ളൂ. അപ്പൊ ആ സമയത്ത് കൈ അശുദ്ധി നീക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കി. ഔ ലാ ബിഖസ്ദിൻ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവും ഇല്ലാതെ അവൻ കൈമുക്കി. അദ്ഖല അങ്ങനെ കൈമുക്കി, നേരെ മലയാളത്തിൽ പറഞ്ഞാൽ കൈമുക്കിയാൽ. ഔ ലാ ബിഖസ്ദിൻ, ഒരു ലക്ഷ്യവുമില്ല, അവൻ കൈമുക്കിയിട്ടുണ്ട്. ബഅദ നിയ്യത്തിൽ ജുനുബി, ജനാപത്തുകാരൻ നിയ്യത്ത് വെച്ചതിന് ശേഷം. ഉദാഹരണത്തിന് ഞാൻ എന്റെ വലിയ അശുദ്ധിയെ നീക്കുന്നു എന്നും പറഞ്ഞ് നേരെ കൈമുക്കി. വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നും നിയ്യത്ത് വെച്ച് ഉടനെ എന്റെ കൈ മുക്കിയത് ഈ പാത്രത്തിലേക്ക്. അങ്ങനെ മുക്കിയാൽ പ്രത്യേകിച്ച് ഒന്നും കരുതിയിട്ടില്ല, പക്ഷെ ഈ നിയ്യത്ത് വെച്ചിട്ടുണ്ട്. ഔലാബി ഖസ്ദിൻ, അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമില്ലാതെ കണ്ട് മുക്കി. ബഅദ നിയ്യത്തിൽ ജുനുബി, ജനാപത്തുകാരൻ നിയ്യത്ത് വെച്ചതിന് ശേഷം. ഔ തസ്ലീസി വജ്ഹിൽ മുഹ്ദിസി, അല്ലെങ്കിൽ ചെറിയ അശുദ്ധിക്കാരൻ മുഖം 3 വട്ടം കഴുകിയതിന് ശേഷം മുക്കി. അപ്പോഴും ലക്ഷ്യം അടുത്ത കൈകലായിരിക്കുമല്ലോ. സ്വാഭാവികമായി 3 വട്ടം മുഖം കഴുകിയ ഒരാൾ അടുത്ത വീണ്ടും കൈമുക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവന്റെ കൈ കഴുകാൻ വേണ്ടിയാണ്. അപ്പൊ ഔ തസ്ലീസി വജ്ഹിൽ മുഹ്ദിസി, ഔ തസ്ലീസി വജ്ഹിൽ മുഹ്ദിസി, ചെറിയ ശുദ്ധിക്കാരന്റെ മുഖം 3 വട്ടം കഴുകിയതിന് ശേഷം കൈമുക്കി. ഔ ബഅദൽ ഗസ്ലത്തിൽ ഊല, അല്ലെങ്കിൽ മുഖം 1 വട്ടമേ കഴുകിയിട്ടുള്ളൂ, അതിനുശേഷം മുക്കി. എപ്പോൾ? ഇൻ ഖസദൽ ഇഖ്തിസാറ അലൈഹ, ഒന്നിന്മേൽ ചുരുക്കലിനെ ഉദ്ദേശിച്ചാൽ. ഓൻ 1 വട്ടേ മുഖം കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, രണ്ടാമത് എന്ത് ചെയ്തു? കൈമുക്കി. ഓൻ 1 വട്ടേ മുഖം കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇനി അടുത്ത് കൈമുക്കിയാൽ പിന്നെ ലക്ഷ്യം തന്നെയാണ് മുഖം രണ്ടാമത്തെ ഫർളായ കഴുകാൻ വേണ്ടിയാണ്. അപ്പൊ ഔ ബഅദ, അല്ലെങ്കിൽ 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കൈമുക്കി, അല്ലെങ്കിൽ ഒന്നിന്മേൽ ചുരുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ 1ാമത്തെ കഴുകലിന് ശേഷം കൈമുക്കി. എങ്ങനെ മുക്കി? ബിലാനിയത്തി ഇഖ്തിറാഫിൻ, കോരുക എന്ന ലക്ഷ്യമില്ലാതെ മുക്കി. കോരിയെടുക്കാനല്ല മുക്കിയത്, മുക്കി തന്നെ, പ്രത്യേകിച്ച് ഒന്നും കരുതിയില്ല. ഞാനിത് വെള്ളം കോരിയെടുക്കാൻ വേണ്ടി കൈ മുക്കുന്നതാണ്, അല്ലാതെ ശുദ്ധീകരണത്തിനല്ല
അങ്ങനെ കോരിയെടുക്കുക എന്ന നിയ്യത്തില്ലാതെ മുക്കി. വലാ ഖസ്ദി അഖ്ദിൽ മായി, വെള്ളം എടുക്കുന്നു എന്ന ലക്ഷ്യവും ഇല്ലാതെ, ലിഗറദിൻ-ആഖറ, വേറെ ആവശ്യത്തിന് വേണ്ടി. ഉദാഹരണത്തിന് ഇങ്ങനെ വുളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ അവിടെയുള്ള ഓനെ വെള്ളം തെറിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ മുറിപ്പിക്കുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തോടെയാണ് ഇവ മുക്കിയതെങ്കിലോ അപ്പയും പ്രശ്നമില്ല. ബിലാ നിയ്യത്തി ഇഖ്തിറാഫിൻ, കോരുകയെടുക്കുക എന്ന ലക്ഷ്യമില്ലാതെ കണ്ട് പ്രവേശിപ്പിച്ചു. അതേ പ്രകാരം വലാ ഖസ്ദി അഖ്ദിൽ മാഇ ലിഗറദിൻ-ആഖറ, വേറെ ആവശ്യത്തിന് വേണ്ടി വെള്ളമെടുക്കുക എന്ന ലക്ഷ്യവും ഇല്ലാതെ കണ്ട് മുക്കിയാൽ സ്വാറ, ആ വെള്ളം ഏത് ഇപ്പോൾ പാത്രത്തിലുള്ള വെള്ളമായി, മുസ്തഅമലൻ, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതായി. എന്തുകൊണ്ട്? കൈ എന്നത് ഫർളായ കാര്യമാണ്. ഈ കൈയെ അങ്ങോട്ട് പോയി മുക്കലോടുകൂടി ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. ഇപ്പോൾ കയ്യിലുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. കാരണം ബിൻ നിസ്ബത്തി ലിഗൈരി യദിഹി, അവന്റെ കൈ അല്ലാത്തതിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ട് ആ വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതായി. സാറ മുസ്തഅമലൻ, ആ വെള്ളം ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതായി. ബിന്നിസ്ബത്തി ലിഗൈരി യദിഹി, അവന്റെ കൈ അല്ലാത്തതിലേക്ക് ചേർക്കൽ കൊണ്ട്. അപ്പോൾ ഫലഹു, അവന് ജായിസാണ്, അൻ യഗ്സില ബിമാ ഫീഹാ, കയ്യിലുള്ള ഒന്നുകൊണ്ട് കഴുകൽ, ബാഖിയ സാഇദിഹ, അവന്റെ തണ്ടൻ കൈയിന്റെ ബാക്കി ഭാഗത്തെ കഴുകാം. അപ്പൊ ആ പാത്രത്തിലിരിക്കുന്ന വെള്ളം മുസ്തഅമലായി തീരുന്നത് എപ്പോഴാണ്? കോരിയെടുക്കുക എന്ന ലക്ഷ്യമില്ലാതെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യവും, വെള്ളം വേറെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നു എന്ന ലക്ഷ്യവും ഇല്ലാതെ ഈ പറയപ്പെട്ട സമയത്ത്, പറയപ്പെട്ട ഒന്നുകിൽ അശുദ്ധിയെ തൊട്ട് കഴുകലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുക്കി, അല്ലെങ്കിൽ ഒന്ന് ലക്ഷ്യമൊന്നുമില്ല പക്ഷേ ജനാബത്തുകാരൻ നിയ്യത്ത് വെച്ചതിന് ശേഷമാണ് മുക്കിയത്, അല്ലെങ്കിൽ അശുദ്ധിക്കാരൻ 3 വട്ടം മുഖം കഴുകിയതിന് ശേഷമാണ് മുക്കിയത്, അല്ലെങ്കിൽ അശുദ്ധിക്കാരൻ ഒരു വട്ടമേ മുഖം കഴുകിയിട്ടുള്ളൂ പക്ഷേ ഒരു വട്ടത്തെ ചുരുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നിട്ടാണ് മുക്കിയതെങ്കിൽ ആ വെള്ളം മുസ്തഅമലാകും. അല്ലാതെ സാധാരണയിൽ ഒരാൾ പോയി വെള്ളത്തിലേക്ക് കൈയിട്ടുമെന്ന് കരുതി ആ വെള്ളം ഉപയോഗശൂന്യമാവുന്നതല്ല. പ്രത്യേകം മനസ്സിലാക്കണം, ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാൻ കഴിയണം. തൽക്കാലം ആ വിഷയം ഇവിടെ ചുരുക്കുന്നു. എന്തെങ്കിലും സംശയമുള്ള ആൾ കണ്ട് പെട്ടെന്ന് മൈക്കിലേക്ക് വരിക. തുടങ്ങാൻ വൈകിയത് കൊണ്ട് നീട്ടേണ്ടി വന്നതാണ്. 6 മണിക്കൊക്കെ ഫുൾ ക്ലിയർ ആവേണ്ട രൂപത്തിലാണ് ഉദ്ദേശിച്ചത്. തുടങ്ങാൻ ആദ്യം നെറ്റ് പ്രോബ്ലവും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രയാസപ്പെട്ടതാണ്. ഏതായാലും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കണം. സുഹൃത്തുക്കൾ ആരെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ഞാനുള്ള സമയവും മറ്റൊക്കെ ഉള്ള ഒരു പ്രയാസം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നല്ല ചോദിക്കാൻ മൈക്കിലേക്ക് വരാൻ പ്രയാസമുള്ളവർക്ക് വേറെ ഭാഗത്തു നിന്ന് ചോദിക്കട്ടെ. അത്ര വലിയ പേരുള്ള ആളല്ല, അതുകൊണ്ടാണ്. ഏതായാലും ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അറിയുന്ന ഇപ്പോൾ പറയാല്ലേ, പിന്നെ നമുക്ക് നോക്കുകയോ മറ്റോ ചെയ്ത് പറയാലോ. ഉസ്താദുമാർ തന്നെ ചോദിക്കണോന്നും കൂടി ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ വരിക. വിനൈദർ എന്നുള്ള ഐഡിയിൽ നിന്ന് ഒരാൾ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, കുട്ടികളോ അതിനെ അറിയില്ല. ഏതായാലും ചോദിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിന്റെ ക്ലാസിന്റെ ഭാഗം ചോദിക്കുന്ന ആളുകളുടെ മുന്നോട്ട് വരട്ടെ. ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളെ ഈ തലബാവിങ്ങിന്റെ അന്ന് നമ്മുടെ അബ്ദുൽ ഗഫൂർ ഖാസിമി ഫത്ഹുമീനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു നമ്മുടെ 1-2 കാര്യങ്ങൾ, നോമ്പ്, സുന്നത്ത് നോമ്പുകൾ, അതായത് ഇസ്രാ മിഅ്റാജിന്റെയും അതുപോലെ ബറാത്തിന്റെ ഒക്കെ നോമ്പുകൾ ഫത്ഹുമീനിൽ പരാമർശിക്കാത്തത് കാരണം അത്രയും വ്യക്തമായ ഒരു തെളിവതിന് ഇല്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ള ആമല് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെ എനിക്കൊരു സംശയം വന്നത്, നമ്മുടെ ഫത്ഹുമീനിൽ നിസ്കാരത്തിന്റെ അർക്കാനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുന്നത്തുകളൊക്കെ പറയുന്ന വസുന്ന ദിക്റുൻ വദുആഉൻ സിർറൻ അഖിബഹ എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഫറഅ ഉണ്ടല്ലോ, ഒരു യുസന്ന ഇഫ്തിതാഹ് ദുആഇ ബിൽ ഹംദി വസ്സലാത്തി എന്ന് കഴിഞ്ഞിട്ട് പറയുന്നൊരു ഭാഗത്ത് വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഹാലത ദിക്രി അബി ദുആഇ ഇൻ കാന മുൻഫരിദൻ ഔ മഅ്മൂമൻ എന്ന് കഴിഞ്ഞിട്ട് അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദീ ഹുവ അഫ്ദലു എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഹുവ അഫ്ദലു എന്ന് പറയുന്നതും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അതാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിലും ഉസ്താദ് നോക്കിയിട്ട്
നാളെ പറഞ്ഞാലും മതിയാകും അല്ലേ? പറയുമ്പോൾ അവസാന ഭാഗത്ത് പറയണം. ഞാൻ ഏകദേശം ഒരു 10-20 മിനിറ്റായിട്ട് ക്ലാസ് കേൾക്കാൻ കഴിയുള്ളൂ നിസ്കാരം കഴിഞ്ഞിട്ട്. അസ്സലാമു അലൈക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബഹുമാനപ്പെട്ട ബിൻ ഹൈദർ എന്ന ഐഡിയിൽ ഉസ്താദ് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഫത്ഹുൽ മൊയ്നിന്റെ അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് പലപ്പോഴും നമ്മൾ പറയുന്ന പല മറുപടി ഉണ്ട്. ഏതായാലും ഇപ്പൊ ഒരു സമയത്തിന്റെ ദൗർബല്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ തന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ മനസ്സിലാക്കുന്നത് യൂസുഫ് കെഎം എന്ന സുഹൃത്ത് ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് മൈക്കിലേക്ക് വന്നോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇപ്പൊ പറഞ്ഞ ക്ലാസ്സിനെ സംബന്ധിച്ച ചെറിയൊരു സംശയം ഞാൻ ആദ്യം മുതൽ ഉണ്ടായിട്ടില്ല, അവസാന ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. കേൾക്കാമോ? കേൾക്കുന്നുണ്ടാ? ശരി. പിന്നെ ഇപ്പം പറഞ്ഞ് ജനാപത്തുകാരൻ നിയത്ത് ചെയ്തതിന് ശേഷം ഖലീലായ വെള്ളത്തിൽ കൈ മുക്കിയാൽ ആ വെള്ളം മുസ്താമലാവും പറഞ്ഞല്ലോ. അപ്പോ ആ കൈ മുക്കിയ ശേഷം ആ ബാക്കിയുള്ള വെള്ളം ഓനിക്ക് ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിൽ കുളിക്കാൻ പറ്റുമോ? ഈ ജനാപത്തുകാരന്റെ അവയവം ശരീരം മുഴുവനും ഒരു അവയവം പോലെ തന്നെയാണോ? ഇതാണ് എന്റെ സംശയം. ഇതിന് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. അതായത് ജനാപത്തുകാരൻ കോരിയെടുക്കുന്ന ലക്ഷ്യമില്ലാതെ ജനാപത്ത് നിയത്ത് വെച്ചതിന് ശേഷം കൈ മുക്കിയാൽ അവന് ഏതാണോ അവന് ആ വെള്ളം കൊണ്ടിന് കുളി മൊത്തം നിർവഹിക്കാൻ പറ്റുമോ? കയ്യിലുള്ള വെള്ളം അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ മൈക്ക് കട്ടായതാണല്ലേ? ഞാൻ എന്റെ കട്ടാണോ എന്ന് കരുതി. ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടാവോ? ഡി സി ആയി പോയോ? ID കാണുന്നുണ്ട്. അതുപോലെ അൽഹംദുലില്ലാ റിപ്ലൈ കേട്ടില്ല. അത് ഉസ്താദ് DC ആയി പോയതാണ്, തുടങ്ങി വെച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരുമെന്ന് നോക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന്റെ സമയമായിട്ടുണ്ട്. കഴിയുന്ന അത്രയും ആളുകൾ ഉപകാരപ്പെടുത്തേണ്ട ഒരു ക്ലാസ്സാണ്. അൽഹംദുലില്ലാ കുറെ ആളുകളൊക്കെ പിന്നെ ഉപകാരപ്പെടുത്തുന്ന അൽഹംദുലില്ലാ കുറച്ച് ആളുകളായാലും ശരി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന മനസ്സിലായില്ല സുഹൃത്തുക്കളെ. കേട്ടില്ല. ബിൻ ഹൈദർ ഉസ്താദ് പറഞ്ഞ് ഞാൻ എടുക്കുന്നു. കേട്ടില്ല. അത് തന്നെ ഫസ്റ്റ് ചോദ്യം തന്നെ രണ്ടാമത് ചോദിച്ചതാണ്. അപ്പൊ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവല്ലോ. അപ്പൊ ആ വ്യത്യാസം ഞാൻ ഉൾക്കൊണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഒന്ന് പെട്ടെന്ന് ആവുക ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ ചോദ്യം തന്നെ രണ്ടാമത് ഞാൻ ചോദിച്ചിട്ടില്ല, മൈക്ക് എടുത്തിട്ടില്ല. അത് നിങ്ങളെ മൈക്ക് കട്ടായതുകൊണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് തന്നെ ഒന്നും കൂടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. മൈക്ക് റിലീസ്. അത് സുഹൃത്ത് ചോദിച്ച ചോദ്യം കൃത്യമായി രണ്ടുപേർക്കും ബാധകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വുളു എടുക്കുന്നവന് മാത്രമല്ല. കാരണം എല്ലാത്തിന്റെയും കൂടി ഒറ്റ മറുപടിയാണ് സാറ മുസ്താമല ബിന്നിസ്ബത്തി ഇലാ ഗൈരി യദിഹി. അവന്റെ കൈ അല്ലാത്തതിലേക്ക് ചേർത്തി ആ വെള്ളം മുസ്താമലായി. അവന് വേണമെങ്കിൽ അതിലുള്ളത് കൊണ്ട് അവന്റെ തണ്ടൻ കൈ മാത്രം കഴുകാമെന്ന്. അല്ലാതെ ഏതില് ജനാപത്തുകാരന്റെ എല്ലാ അവയവും ഒരുപോലെ പരിഗണിക്കുക എന്നത് ഒന്നില്ല എന്ന് തന്നെ ആ ഫത്ഹുൽ മീന്റെ ശരിയായ വിഷയത്തിൽ നിന്ന് മനസ്സിലാകും. കൂടുതൽ വിശദീകരണം ഉണ്ടാവാൻ സാധ്യത അവിടെ ഇല്ല. കാരണം ആ ഒരു കൃത്യമായ മറുപടിയാണ്. ലൗ അഹ്ദഖല എന്ന് പറഞ്ഞു തുടങ്ങി അതിന്റെ മറുപടി, അതിന്റെ ജവാബാണ് സാറ മുസ്തഅമലൻ. എന്നിട്ട് പറഞ്ഞു ഫലഹു, അവന് ജായിസാണ് അൻ യഗ്സില ബിമാ ഫീഹ,
കയ്യിലുള്ള വെള്ളം കൊണ്ട് കഴുകാം. ബാക്കിയ സായിദിഹ, തന്റെ കൈയിന്റെ ബാക്കി ഭാഗത്തെ. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നാളെ ഒന്നുകൂടി വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം എന്നുകൂടി സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. കൃത്യമായ ആ ഭാഗം അങ്ങനെ തന്നെ ആലോചനയിൽ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കാരണം അത് ജീവിതത്തിൽ പകർത്താനും തൗഫീക്ക് ചെയ്യട്ടെ. നാഫിയായ ഇൽമ് നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമുക്കും നമ്മുടെ ശിഷ്യന്മാർക്കും മറ്റു നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ അല്ലാഹു നാഫിയായ ഇൽമ്, അവന്റെ നാഫിയായ ഇൽമ് പഠിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ദീനിന് സേവനം ചെയ്യാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവർക്കൊക്കെയും അല്ലാഹു ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യൂസുഫ് കെഎം എന്ന ഐഡിയിലുള്ള സുഹൃത്ത് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണാത്തത് കൊണ്ടല്ല. നാളെ എന്റെ സമയം 6 മണിയായിരുന്നു, 6:14 വരെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നാട്ടിൽ മഗ്‌രിബിന് 10 മിനിറ്റേ ഉള്ളൂ. കൃത്യമായൊരു ഒരുങ്ങാൻ വരെ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്ത് ഇൻഷാ അല്ലാഹ് നാളെ ചോദിക്കാൻ എന്തെങ്കിലും നേരെ വിരുദ്ധമോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നും എനിക്ക് PM ചെയ്താൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ നോക്കുമെന്ന് കൂടി അറിയിച്ച് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്ത് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊട്ടക്കാട് ബ്ലൂവിന് വേണ്ടിയിട്ട് പൂക്കൾ എറിഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്. ഇപ്പോൾ 1 പോയിന്റ് നേടിയിട്ടുള്ള ഗ്രീനാണ്. ബ്ലൂവിന് പോയിന്റുകളൊന്നും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. ഒരു ചോദ്യം മാത്രമാണ് പിന്നിട്ടിട്ടുള്ളത്. അമീർ സാഹിബൊക്കെ സജീവമായി രംഗത്തുണ്ട്. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിച്ച്